തെറ്റിപ്പോകാനുള്ള മൂന്നാമതൊരു കാരണോ ഉമ്മമാരുണ്ടല്ലോ ഇവിടെ. അൽ കലാമു ഇന്ദ സമായിൽ അദാൻ. അൽ കലാമു ഇന്ദ സമായിൽ അദാൻ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുക. ഇത് ഈമാൻ തെറ്റാനുള്ള ഏറ്റവും വലിയ അടയാളമാണ്. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. മൗലിദിന്റെ സദസ്സിൽ ഉണ്ടാകുമ്പോ, വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ചോര വിളിച്ചു പറയും, ബാങ്ക് 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 നിർത്തിക്കോ, ബാങ്ക് ബാങ്ക്. നല്ല വിഷയമാണത്, തെറ്റല്ല. ചിലപ്പോ വാള് പറയുന്ന ഉസ്താദിന് അത് കേൾക്കൂലല്ലോ, ഇവിടെ പരിസരത്തുള്ള ആളുകൾക്കും അത് കേൾക്കൂലല്ലോ ബാങ്ക്. അല്ലെങ്കിൽ ഒരു മൗലിദിന്റെ സദസ്സിലാകുമ്പോ വീട്ടിന്റെ ഉള്ളിൽ അത് കേൾക്കൂലല്ലോ. അപ്പൊ പുറത്തുള്ള ആളുകളെ വിളിച്ചു പറയൂ, ബാങ്ക് ബാങ്ക് ബാങ്ക്. പക്ഷേ ആ വിളിച്ചു പറഞ്ഞാൽ ഒറ്റക്ക് സംസാരിച്ചു കൊണ്ടിരിക്കും. മൗലിദ് ഓതൽ തെറ്റാണ് ഭൂപരിവീക്ഷണത്തിൽ, പിന്നെ വാള് പറയൽ തെറ്റാണ്. പക്ഷെ മൂപ്പർക്ക് സംസാരിക്കാം, അതിലൊരു തെറ്റുമില്ല. ഞങ്ങൾ വിളിച്ചു പറയും, പക്ഷെ നാം തന്നെ സംസാരിക്കുന്നുമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഉമ്മമാരുണ്ടായിരുന്നു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ മുഅദ്ദിൻ അവർ മുട്ടുകൊടുക്കുന്ന സമയത്ത് ഉള്ള വസ്ത്രം എടുത്ത് തലയിലേക്കിട്ട് തലമറിച്ചു കൊണ്ടിരുന്ന ഉമ്മമാരുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. ഇന്നില്ലത്. ഇന്ന് ബാങ്കിനൊരു അദബില്ല. അമുസ്ലിമീങ്ങളും പോലും പറയുന്നുണ്ട്, അവർ ബാങ്കിന് പോലും ഒരു ഗൗരവം കൊടുക്കുന്നില്ലേ. ബസ് സ്റ്റാൻഡുകളിൽ, ബജാറുകളിൽ, അങ്ങാടി മുറ്റത്ത് അമുസ്ലിമീങ്ങൾ പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ നമ്മുടെ യുവാക്കൾ അട്ടിക്കളിയും ചെറികളിയുമാണ്. അപ്പൊ അമുസ്ലിമീങ്ങൾ പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുമ്പോ ഓർക്കൊരു അദബില്ലേ. അമുസ്ലിമുകൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ എത്തിപ്പെട്ടത്. ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നത് നല്ലതല്ല. ഒന്ന് കേട്ടോ, അവസാനം കലിമ ചൊല്ലാൻ പോലും നിങ്ങൾക്ക് സാധിക്കൂല എന്നാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ ഈമാൻ നഷ്ടപ്പെടാനുള്ള മൂന്നാമത് കാരണം ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുക. കാരണം ബാങ്കിന് വലിയ മഹത്വമുണ്ട്. ബാങ്ക് അല്ലാഹു കൊണ്ട് തുടങ്ങുന്നതും അല്ലാഹു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവസാനിക്കുന്ന ഒന്നാണ് ബാങ്ക്. അത് ചെറിയ വിഷയമൊന്നുമല്ല. ബാങ്ക് വിളിക്കുന്ന വ്യക്തിക്ക് തന്നെ ഇസ്ലാം വളരെ ബഹുമതി കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയില്ലേ, അല്ലാഹുമ്മ അർശിദിൽ അയിമ്മത വഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ഉസ്താദുമാർ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാണ്, അന്നദന 12 സന വജബത് ലഹുൽ ജന്ന. 12 വർഷക്കാലം ഒരാള് പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി പോയി. ഒരൊറ്റ തവണ ബാങ്ക് വിളിക്കുമ്പോ 60 ഹസന, 60 ഹസനാത്തുകൾ അദ്ദേഹത്തിനുണ്ട്. ഇഖാമത്ത് വിളിക്കുമ്പോ 30 നന്മകളുണ്ട് അദ്ദേഹത്തിന്. ഇത് ബാങ്ക് വിളിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്ന ബഹുമതിയാണ്. ആ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോ അടങ്ങിയിരുന്നത് കൊണ്ട് മാത്രം, വേറൊന്നും ചെയ്തിട്ടില്ല. ബാങ്ക് കൊടുക്കുമ്പോ മിണ്ടിയില്ല. ബാങ്കിനെ ഒന്ന് തലതാഴ്ത്തി ബഹുമാനത്തോടെ സ്വീകരിച്ചത് കൊണ്ട് സ്വർഗത്തിലെത്തിയ ഉമ്മമാരുടെ ചരിത്രങ്ങൾ കിതാബിലില്ലേ. അത് ബാങ്കിനുള്ള അദബാണ്. ചില ആളുകളുടെ ഈമാൻ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അദബില്ലാത്തത് കൊണ്ടാണ്. കൊടുക്കേണ്ട സ്ഥലത്ത് അദബ് കൊടുക്കാത്തതും ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോ ഞങ്ങള് വർത്തമാനം പറയുന്നവരാകരുത്. അത് ഈമാൻ തെറ്റി പോകാനുള്ള കാരണമാണെന്ന് മഹാന്മാരവരെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്.
തുടക്കത്തിൽ ഞാൻ 8 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് വളരെ സുലഭമായി ഞാൻ വിശദീകരിക്കുന്നു. ഒരൽപ്പം ഞാൻ സ്പീഡിൽ പോകട്ടെ. 4ാമത് ഈമാൻ തെറ്റാനുള്ള കാരണോ ഹുബ്ബുദ് ദുനിയാ. 4ാമത് ഈമാൻ തെറ്റിപ്പോകാനുള്ള കാരണോ ഇഹലോകത്തോട് ദുനിയാവിനോടുള്ള വല്ലാത്ത ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള വല്ലാത്ത മഹബത്താണ്. അതാണ് നമ്മുടെ ആഖിബത്ത് മോശമാകാനുള്ള, ഈമാൻ തെറ്റാനുള്ളൊരു കാരണമായി മഹാന്മാർ എന്നുന്നത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നീ ദുനിയാവിനെ എങ്ങനെയാക്കാനേണ്ടത്? മൻ ഹബ്ബ ദുനിയാഹു അളറ ബിആഖിറതിഹി. ഒരാൾക്ക് ദുനിയാവ് ആഖിറത്തേക്കാൾ ഇഷ്ടമായി പോയാൽ അതെ ആഖിറം അദ്ദേഹത്തിന് വലിയ പ്രോബ്ലമായിട്ട് വരും. വമൻ ഹബ്ബ ആഖിറതഹു. ഒരാൾ ആഖിറത്തെയാണ് നല്ല ഇഷ്ടം വെക്കുന്നതെങ്കിൽ അളറ ബിദുനിയാഹു, ദുനിയാവിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതുറപ്പാണ്, അതിലൊരു സംശയമില്ല. ആഖിറത്തെ പേടിക്കുന്ന ആൾക്ക് ദുനിയാവിൽ ബുദ്ധിമുട്ട്, അല്ലറ ചില്ലറ വേദനകൾ സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരോ. പക്ഷേ ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ ആഖിറത്തിൽ വിരൽ കടിക്കേണ്ടി വരോ. അത് വേണ്ട എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മഹാന്മാർ ഈ ദുനിയാവിന്റെ ഒരു സുഖത്തിന് പോലും വില കൽപ്പിച്ചില്ലല്ലോ. ഹൻദല റളിയല്ലാഹു അൻഹുവിനെ അറിയോ നിങ്ങൾക്ക്? ഓ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ കേൾക്കേണ്ട ചരിത്രയാണിത്. ഹൻദല റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ പോയി ഷഹീദായ മഹാനാണ്. ആ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളെ കിടത്തിയിട്ടുള്ള ആ സ്ഥലത്ത് ശുഹദാക്കളെ കുളിപ്പിക്കലില്ലല്ലോ. പക്ഷെ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ വന്ന് കുളിപ്പിച്ചത് ഞാൻ കണ്ടു എന്ന് മുത്തുനബി തങ്ങൾ പറയുകയാണ്. ഷഹീദായതല്ലേ, രക്തസാക്ഷിയായതല്ലേ, കുളിപ്പിക്കലില്ലല്ലോ. പക്ഷേ മലക്കുകൾ വന്നിട്ട് ആ സ്വഹാബിയെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു. എന്തേ കാരണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോ ഭാര്യ കരയുന്നുണ്ട്. എന്റെ മോളെ കരയുന്നത്? എന്റെ ഭർത്താവ് പുതുമണവാളനാണ് നബിയേ, ഞാൻ പുതിയ പെണ്ണാണ് നബിയേ. കഴിഞ്ഞ രാത്രി നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ രാത്രിയാണ്. കഴിഞ്ഞ രാത്രി നമ്മുടെ ആദ്യ രാത്രിയാണ്. നമ്മുടെ ആദ്യ രാത്രിയില് ഞങ്ങൾ സുഖത്തിലുണ്ടാകുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് വിളി കേൾക്കുന്നത്. ഉഹുദ് യുദ്ധത്തിന്റെ സമയമായി വരുന്നില്ലേ? ആ സമയത്താ ഭർത്താവിനെ അട്ടിമറിച്ചിട്ടാ ഓടിപ്പോയത്. ആ സമയത്താ ഭർത്താവ് യുദ്ധരണാങ്കണത്തിലേക്ക് ഓടിപ്പോയത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മോളെ ഞാൻ കണ്ടത് സത്യമാണ്. ചിലപ്പോൾ മലക്കുകൾ കുളിപ്പിച്ചത് അക്കാരണം കൊണ്ടാണ്, ഷഹീദായത് കൊണ്ടല്ല, ആ കാരണം കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കിയാ മതി. കണ്ടില്ലേ, ആദ്യ രാത്രിയിലോ ഭാര്യയോട് സുഖിക്കുന്നത് ഈ ആഖിറത്തിന്റെ വിഷയത്തില് അതവർക്ക് സുഖമായി കണ്ടില്ല, അതവർക്ക് ഉല്ലാസമായി കണ്ടില്ല. കേട്ടില്ലേ നിങ്ങള്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇതെന്റെ ചെറുപ്പക്കാരി ആധുനിക കാലത്ത് ദുനിയാവിന്റെ ആഡംബരത്തെ പിന്നിൽ പോകുമ്പോ മാറി ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേയുള്ളൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നല്ല തണുപ്പുള്ള, നല്ല തണുപ്പുള്ള രാത്രിയാണ്. രാവിലെ എണീക്കാൻ കഴിയുന്നില്ല, നല്ല തണുപ്പുണ്ട്. അല്ലാഹു കൃത്യമായി സുബ്ഹി നിസ്കാരം ഖളാകാതെ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ആമീൻ ചൊല്ലി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിലപ്പോ സുബഹിക്ക് എണിച്ചു പോകുമെന്ന് പേടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ആമീൻ പറയാത്തത്. അങ്ങനെ എന്താ പഠിക്കണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നല്ല തണുപ്പല്ലേ. അപ്പൊ ഒരു കാലത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വീട്ടിൽ വന്ന് കിടക്കുമ്പോ തണുപ്പ് കൊണ്ട് വിറക്കുന്നു, കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ നല്ലൊരു പുതപ്പെടുത്ത് ആ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. ഈ പുതപ്പൊന്ന് മൂടിയിട്ട് കിടന്നുകൂടെ? നിങ്ങൾ എന്തിനാ ഈ പക്ഷികളെ പോലെ വിറക്കുന്നത്? തണുപ്പുണ്ട് ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്തിനാണ്? അതിന് വഴിയുണ്ടല്ലോ, നല്ല പുതപ്പുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ പുതപ്പെടുത്ത് കിടന്നുറങ്ങിക്കൂടെ? ഭാര്യ ചോദിക്കുകയാണ്. ആരോട്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട്. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ പുതപ്പ് തിരിച്ചു കൊടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. പൊന്നുമോളെ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, നീ പറയുന്നത് ശരിയാണ്, നീ എന്റെ ഭാര്യയാണ്, നീ ചെയ്യേണ്ടതാണത്. പക്ഷേ ഞാൻ ഈ പുതപ്പ് ഉപയോഗിക്കൂല, ഞാൻ പുതപ്പ് ഉപയോഗിക്കൂല. എന്തേ കാരണോ? നാളെ ഖബറിൽ എനിക്ക് പുതപ്പില്ലല്ലോ, നാളെ ഖബറിൽ എനിക്ക് പുതപ്പില്ലല്ലോ. അതുകൊണ്ട് പുതപ്പ് ഉപയോഗപ്പെടുത്താതെ തണുപ്പോടെ സുബഹി വരെ വിറന്നുകൊണ്ട് ഉറങ്ങാതെ കിടന്ന് വിശ്രമിച്ച മഹാനാണ് സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ദുനിയാവ് അവർക്ക് ആഡംബരമായില്ല, ദുനിയാവ് അവർക്ക് ഉല്ലാസമായില്ല, ദുനിയാവ് അവർക്ക് ആനന്ദമായില്ല. അവർ ഓർത്തത് ആഖിറത്തിനെയാണ്, ശാശ്വതമായ വിജയത്തിനെയാണ്. അതുകൊണ്ട് ഒരു അല്പം പാവപ്പെട്ട ഞാനും നിങ്ങളും ആ ഭാഗത്തേക്ക് ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി.